कालिमेघ समप्रभां तृणयनां वेदालगण्डस्थितां खड्गं खेडकपालदारिकशिरकृत्वा कराग्रे शुचां भूतप्रेतपिशाचमात्रसहितामुण्डसर्जालङ्कृतां वन्दे दुष्टपशूरिकादिविदां संहारिकामीश्वरीं कालिकाळि महाकाळि भद्रकाळि नमस्ते कुलं धर्मं च मां च पालय पालय. കളരിക്കൊടി യോഗത്തിൽ കുടുംബക്ഷേത്രത്തിൽ വിളക്കുകൾ കത്തിക്കുമ്പോൾ നമ്മളുടെ അഭിമാനമായ പെരുമ്പള്ളി ക്ഷേത്രം കൊച്ചിൻ ദേവസ്വമുണ്ട ക്ഷേത്രത്തിൽ അവിടുത്തെയും ശാന്തിക്കാരനായിരുന്നു ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശിപ്പാട് നമ്പൂതിരി. അദ്ദേഹം ലക്ഷദ്വീപത്തിന് കൊളുത്തിരുന്നതായ ഒരു തിരിയിൽ നിന്നും 1,00,000 ചരാതുകൾ കത്തിക്കപ്പെടുമ്പോൾ ആദ്യം കൊളുത്തിയതായ ആ ഒരു തിരിക്കും ചൈതന്യം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിൽ നിന്നും പകർന്നതായ ഓരോ ചരാതുകളൊക്കെയാണ് നമ്മളും. അപ്പോൾ അങ്ങനെ ആ തേജസ്സോടുകൂടി നമ്മളാകുന്ന ചരാതുകൾ കത്തിച്ച് ആ ചരാതുകൾ അവിടെ സമർപ്പിക്കുമ്പോൾ എന്തായിത്തീരുന്നു? അവിടെ ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്നു. അപ്പോൾ നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ എന്നർത്ഥം. അപ്പോൾ ആ ഈശ്വരത്തിലേക്ക് ഉയരാൻ ആണ് പ്രകാശമാനമാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മഹാദേവൻ്റെ നടയിൽ ഇത്രയും പ്രകാശമില്ല എന്ന് വെച്ചാൽ അഭിഷേകപ്രിയോ രുദ്ര. മഹാദേവൻ്റെ അമ്പലങ്ങൾ നമുക്കറിയാം. കാരണം എന്താ? അദ്ദേഹത്തിന് ചൂട് പറ്റില്ലാത്ത എപ്പോഴും തണുപ്പിച്ചുകൊണ്ടിരിക്കണം എന്നർത്ഥം. എന്നാൽ ദേവിയുടെ കൃഷ്ണൻ്റെ അമ്പലങ്ങൾക്കൊക്കെ അലങ്കാരങ്ങൾക്കും ദീപങ്ങൾക്കുമാണ് പ്രധാനം. അപ്പോൾ ഭദ്രകാളി ദേവിയായിട്ട് ബന്ധപ്പെട്ടതായ ഏത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് നോക്കറിയാം. കനലുകൾ കൂട്ടുന്നു, അതുപോലെ തന്നെ ഓലകൾ കത്തിക്കുന്നു, പന്തങ്ങൾ കത്തിച്ചു വയ്ക്കുന്നു. നരസിംഹമൂർത്തിയുടെയൊക്കെ അവതാരത്തിന് വലിയ പന്തങ്ങളൊക്കെ കത്തിച്ചു വയ്ക്കും. അപ്പോൾ ദീപപ്രഭ ഇഷ്ടപ്പെടുന്നതായ ഒരു ചൈതന്യവും അഭിഷേകം ഇഷ്ടപ്പെടുന്നതായ മറ്റൊരു ചൈതന്യവും ഉണ്ടെന്നർത്ഥം. അപ്പോൾ ഓരോരോ ക്ഷേത്ര ആചാരങ്ങളും ഓരോരോ ക്ഷേത്രങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ചില ക്ഷേത്രങ്ങൾക്ക് ചില ആചാരങ്ങൾ, ചില ക്ഷേത്രങ്ങൾക്ക് ചില അനുഷ്ഠാനങ്ങൾ. കുടതുള്ളിലുള്ള ക്ഷേത്രങ്ങളുണ്ട്, ഗുരുതി അർപ്പിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇനിയോ ധാര മുറിയാതെ കൊണ്ട് പൂജ കഴിയുന്നവരെ ഓരോ തുള്ളി ധാര കഴിക്കുന്നതായ ക്ഷേത്രങ്ങളുണ്ട്. ജലധാര, പ്രാതക്കാല ജലധാര, വൈക്കത്തപ്പന് ജലധാര, തലപ്പുഞ്ച മഹാദേവന് പുണ്യത്തപ്പന് ജലധാര. എത്ര ദൂരത്തുനിന്ന് കണ്ടാലും പ്രശാന്ത് വർമാജി ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും ഏത് ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തെ പറ്റിയും പാട്ടുകൾ പാടും, നല്ല വാക്കു ചൊല്ലണം. അപ്പോൾ അങ്ങനെ നല്ല വാക്കു ചൊല്ലി നിരന്തരമായ നാമജപത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്തിനെപ്പറ്റി ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു അത് തന്നെയായിത്തീരുന്ന അർത്ഥം. ഏത് കഥാപാത്രങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഏത് ഈ സോഷ്യൽ മീഡിയയിലെ കഥാപാത്രങ്ങളെപ്പറ്റി. പണ്ടൊക്കെ സിനിമകളാണെങ്കിലും എന്താണെങ്കിലും എന്ത് സംഭവിക്കാറുണ്ട് നമുക്കറിയാം. അത് സിനിമയായിട്ട് മാത്രം കാണാൻ സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങളും വീഡിയോസൊക്കെ അത് വെറും ചിത്രങ്ങളായിട്ട് മാത്രം, ഒരു തമാശയ്ക്ക് രസത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിലെ ജീവിത പ്രശ്നങ്ങളെ ഒന്ന് മറയ്ക്കാൻ വേണ്ടി കുറച്ച് സമയം സന്തോഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് സിനിമകളെല്ലാം. പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ, ആക്രമണങ്ങൾ, അതുപോലുള്ള ചില ലൗകികമായ കാര്യങ്ങളൊക്കെ സിനിമയിൽ നിന്നും അനുകരിക്കപ്പെടുന്നു, സ്വീകരിക്കപ്പെടുന്നു. അത് അനുവദിച്ചുകൂടാ. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെൻഷനായാലും ആ ഒരു നിമിഷം തീർന്നു. പക്ഷേ നമ്മളും കോളേജിലും സ്കൂളിലൊക്കെ പഠിപ്പിച്ചാണ്. അപ്പോൾ ഒരധ്യാപകൻ പെൻഷനായി കഴിഞ്ഞാൽ, നല്ലൊരു അധ്യാപകനാണെങ്കിൽ സംശയമൊന്നുമില്ല, എത്ര കാലം കഴിഞ്ഞാലും കുട്ടികൾ ഓർക്കും. അപ്പോൾ അധ്യാപകരുടെ കയ്യിലിരിക്കുന്നതായ പഴിപ്പിച്ചതായ ചൂരലുകൾ തിരിച്ചു വരട്ടെ. ഒന്നേ ഉള്ളെങ്കിൽ ഉറക്കൊണ്ട് അടിച്ചു വളർത്തണം, ഉറക്കൊണ്ട് അടിക്കണം. അപ്പം അച്ഛൻ എങ്ങനെയാണോ അമ്മ എങ്ങനെയാണോ അതുപോലെ കുട്ടികൾ വരുള്ളൂ. അച്ഛനെ അമ്മയും ഏത് രീതിയിൽ ജീവിക്കുന്നോ ആ ജീവിത രീതി കണ്ടാണ് കുട്ടികൾ ലൗകികമായ ചിന്തകൾ കണ്ട് വളർന്നതായ കുട്ടികൾ ലൗകികമായ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെയായിരുന്നു അമ്മ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ വ്യക്തമായിട്ട് മറുപടി പറയാനുണ്ടാവില്ല. അവിടെ മൗനമായിരിക്കും ഫലം. അപ്പോൾ പുതുതലമുറകളെ സൃഷ്ടിക്കുമ്പോൾ, പുതുതലമുറകളിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ധർമ്മോ രക്ഷതി രക്ഷിത. രാമോ വിഗ്രഹം ധർമ്മ.
അവിടെ ധർമ്മത്തിൻ്റെ പ്രതീകമായ ശ്രീരാമൻ സ്വാമി ഇതാ അയോധ്യയിലെ കുഞ്ഞു ബാലസ്വരൂപത്തിൽ ഇതാ നീലമേഘശ്യാമളവർണ്ണനായിട്ട് അനുഗ്രഹിക്കുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് ഈശ്വരനായാലും, ഏത് ഈശ്വര ജന്മമായാലും, ഏത് മനുഷ്യജന്മമായാലും ദുഃഖങ്ങൾ, പ്രാരാബ്ധങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. സീതാദേവിയെ ഉപേക്ഷിച്ചുമുണ്ട്. ഇനി ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. കുറേ കഴിയുമ്പോൾ ഇതൊന്നും വേണ്ടാന്നാവണം. ശ്രീരാമകൃഷ്ണ പരമഹംസർ നമുക്കറിയാം, ഭദ്രകാളി ദേവിയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈശ്വരനായിട്ട് സമ്മതിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ അലങ്കാരങ്ങളും ഈ വെളിച്ചങ്ങളും ഇതൊന്നും വേണ്ടാന്നാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. എന്തിനാ ഇതൊക്കെ ഇത്രയൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളും കത്തിച്ച് എണ്ണയും കത്തിച്ച് കഴിഞ്ഞാൽ പാവങ്ങൾക്ക് പണം മേടിച്ചു കൊടുക്കാൻ പാടില്ലേ? അപ്പോൾ ഇതൊക്കെ കുറച്ച് വന്ന് അതിൻ്റെ ഒരു അംശം അനാഥാലയം എന്ന് പറയാൻ പറ്റില്ല. എന്നിലെങ്കിലും ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാനും ആഹാരം കൊടുക്കാനും ഇതിൻ്റെ ഒരു അംശം മാറ്റി വയ്ക്കാൻ. കുറേ കഴിയുമ്പോൾ, കുറേ അലങ്കാരങ്ങളും ഇതൊക്കെ കഴിയുമ്പോൾ കുറച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ഇതൊക്കെ കത്തിച്ച് പഴവും അതും ഇതൊക്കെ കുറേ വേസ്റ്റായിട്ട് കളഞ്ഞ് എന്തിനാത്? എന്തോരം പക്ഷികളുണ്ട്, എന്തോരം മനുഷ്യരുണ്ട്, എന്തോരം മറ്റു ജീവികളുണ്ട്, അവർക്കൊക്കെ ആഹാരം വേണ്ടേ? അപ്പോൾ അങ്ങനെ ശശിപ്പാട് വളരെ സുഹൃത്ത്, ഇത്രയും ഒരു ഗുരുനാഥനാണോ, സുഹൃത്താണോ, കൂട്ടുകാരനാണോ, ഇനി അച്ഛൻ്റെ സ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ ശശിപ്പാട് പുലിയന്നൂർ ഞങ്ങൾക്ക് കുറേ പേർക്ക് അതിന് മറുപടി പറയാനില്ല. ഗുരുനാഥൻ ഏത് ഭാഷയിൽ വിളിച്ചാലും, ഏത് ക്ഷേത്രത്തിൽ വിളിച്ചാലും, ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി കുറച്ച് പ്രായാധിക്യത്തിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഓടിയെത്തും. എന്ത് ചൈതന്യമാണെന്നറിയാമോ? നമുക്ക് അടുക്കാൻ പറ്റില്ല പൂജ കഴിഞ്ഞിറങ്ങുമ്പോൾ, അത്രയ്ക്ക് ചൈതന്യമാണ്. ആ അനുഗ്രഹ ശക്തി ജനങ്ങളിലേക്ക് വർഷിക്കാൻ സാധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊട്ടു താഴെ വരെ നമുക്കൊക്കെ എത്താൻ സാധിക്കണം, ഉയരാൻ സാധിക്കണം. ഈ ലോകം വെടിയുന്നതിന് മുമ്പ് എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.